സി പ്രോഗ്രാമിങ്ങിലെ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി അഡീഷൻ നമുക്കിത് ക്ലിയർ ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുണ്ട്. അതിന് നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് എടുക്കാം. ഇൻറ്റ് ഒന്നാമത്തെ നമ്പർ num1, രണ്ടാമത്തെ നമ്പർ num2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമതൊരു വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്. ഈ രണ്ട് നമ്പറിൻ്റെയും സമ്മ് കണ്ടിട്ട് അതൊരു മറ്റൊരു വേരിയബിൾക്ക് അസൈൻ ചെയ്യണം. അതിന് നമുക്ക് സം എന്ന വേരിയബിൾ കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് രണ്ട് നമ്പർ ചോദിക്കണം. അത് നമുക്ക് ഒരു ഔട്ട്പുട്ട് കാണിക്കണം. printf enter two numbers. ഓക്കെ, ഈ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ. ഇനി നമുക്ക് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമുക്ക് കളക്ട് ചെയ്യണം. അതിന് നമുക്കൊരു scanf ഫംഗ്ഷൻ വേണം, ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ scanf. ഇത് രണ്ട് നമ്പറും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് %d എന്ന് കൊടുക്കാം. %d കോമ ആംപർസെൻറ്റ് num1 കോമ ആംപർസെൻറ്റ് num2 സെമിക്കോളൻ. ഇനി നമുക്ക് ഈ സം എന്ത് ചെയ്യണം? സം എന്ന വേരിയബിൾക്ക് അസൈൻ ചെയ്യണം. അപ്പം എന്താ സം അസൈൻ num1 പ്ലസ് num2 സെമിക്കോളൻ. ഇനി നമുക്ക് ഈ സമ്മ് പ്രിൻ്റ് ചെയ്യണം. അപ്പം അതിന് printf സം ഈസ്, ഈ സം നമുക്ക് വരുന്നത് ഇൻറ്റിജറിലാണ്. അപ്പോൾ %d കോമ സം സെമിക്കോളം ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് വെക്കാം. എൻ്റർ ടു നമ്പേഴ്സ്, നമുക്ക് 5ഉം 3യും കൊടുക്കാം. സം ഈസ് 8, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സം ഈസ് 8, 5 + 3 8. നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ആദ്യം ഇതിൽ ഈ സമ്മിൻ്റെ അവിടെ സബ്ട്രാക്ഷൻ എന്ന് ചേഞ്ച് ചെയ്യാം. സബ്ട്രാക്ഷൻ എൻ്റെ ടു നമ്പേഴ്സ് scanf num1 num2. ഇവിടെയും ചേഞ്ച് ചെയ്യാം സബ്ട്രാക്ഷൻ. ഇവിടെ num1 പ്ലസിൻ്റെ അവിടെ മൈനസ് എന്ന് കൊടുക്കാം നമുക്ക്. ഈ printf സം ഈസ് ഇവിടെ ചേഞ്ച് ആക്കാം. സബ്ട്രാക്ഷൻ ഈസ് സമ്മിൻ്റെ അവിടെ ഈ വേരിയബിൾ ചേഞ്ച് ആക്കാനുണ്ട് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എൻ്റർ ടു നമ്പേഴ്സ് 5 3. സബ്ട്രാക്ഷൻ ഈസ് 2. 5 - 2ൻ്റെ റിസൾട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സബ്ട്രാക്ഷൻ ഈസ് 2. നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യും? ഈ വേരിയബിൾ ചേഞ്ച് ആക്കാം. മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെയും ചേഞ്ച് ആക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ അസൈൻ num1 മൈനസ് അവിടെ num1 സ്റ്റാർ എന്ന് കൊടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പൽ ഇതിൽ സ്റ്റാർ എന്നാണ് വരിക. ഇനി ഇതിലും ചേഞ്ച് ആക്കാം. ഇവിടെ എന്താ മൾട്ടിപ്ലിക്കേഷൻ ഈസ് %d. ഈ വേരിയബിൾ ചേഞ്ച് ആക്കാം. മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ടു നമ്പേഴ്സ്, നമുക്ക് 5ഉം 3യും തന്നെ കൊടുക്കാം. ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് 15. 5 × 3ൻ്റെ റിസൾട്ടാണ് 15. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഡിവിഷൻ. നമുക്ക് ഡിവിഷൻ ചെയ്യാൻ ഇവിടെ ഈ വേരിയബിൾ ടൈപ്പ് മാറ്റണം. ഈ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇൻറ്റിജർ മാറ്റിയിട്ട് ഫ്ലോട്ട് എന്നാക്കി കൊടുക്കണം. കാരണം ചില കേസിൽ ഈ ഡിവിഷൻ്റെ റിസൾട്ട് നോൺ ഇൻറ്റിജർ വാല്യൂസ് വരാറുണ്ട്. അപ്പോൾ എന്താ ഫ്ലോട്ട്. ഓക്കെ, ഫ്ലോട്ട് num1 num2. ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ ഈ വേരിയബിൾ മാറ്റി ഡിവിഷൻ എന്നാക്കി കൊടുക്കാം. ഡിവിഷൻ.
ഡിവിഷൻ. ഇനി പ്രിൻ്റ് എഫ് എൻ്റെ 2 നമ്പേഴ്സ് സ്കാൻ ഓഫ്. നമ്മൾ ഈ ഇൻറ്റിജർ മാറ്റിയിട്ട് ഫ്ലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ %f ആക്കി കൊടുക്കാം ഈ 2 നമ്പേഴ്സ്. ഓക്കെ, num1 num2 ഇവിടെ ഈ ഫോർമുല ചേഞ്ച് ആക്കി കൊടുക്കാം. ഡിവിഷൻ അസൈൻ num1 ഇവിടെ നമുക്ക് num1 ഡിവൈഡ് ബൈ num2 എന്ന് കൊടുക്കാം. ഈ പ്രിൻ്റ് എഫ് ഡിവിഷൻ ഈസ് %d മാറ്റി %f ആക്കി കൊടുക്കാം. ഇവിടെ ഈ വേരിയബിൾ ചേഞ്ച് ആക്കാം. മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ ഡിവിഷൻ. ഓക്കെ, ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ 2 നമ്പേഴ്സ്. നമുക്കിവിടെ 20 ഡിവൈഡ് ബൈ 3 കൊടുക്കാം. സോ 23. ഡിവിഷൻ ഈസ് 6.6667. ഈ 20 ഡിവൈഡ് ബൈ 3 റിസൾട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഓപ്പറേഷനാണ് മോഡ് അഥവാ റിമൈൻഡർ. 2 നമ്പറിൻ്റെ ഡിവിഷൻ ചെയ്യുമ്പം അതിൽ വരുന്ന റിമൈൻഡറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യാം, റിമൈൻഡർ എപ്പോഴും ഇൻറ്റിജർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലോട്ട് മാറ്റിയിട്ട് ഇൻറ്റ് ആക്കി കൊടുക്കണം. ഇൻറ്റ്. പിന്നെ ഇവിടെ ഈ വേരിയബിൾ ചേഞ്ച് ആക്കിയിട്ട് റിമൈൻഡർ. ഓക്കെ, ഇവിടെ ഈ %f മാറ്റിയിട്ട് %d ആക്കണം. num1 num2 ഡിവിഷൻ. ഇവിടെ റിമൈൻഡർ അസൈൻ num1. റിമൈൻഡർ കാണാനുള്ള സിമ്പിൾ ഈ പേഴ്സൻ്റ് അഥവാ ഇതിൽ മോഡ് എന്നും പറയും. ഓക്കെ, റിമൈൻഡർ അസൈൻ num1 മോഡ് num2. ഇനി ഇവിടെ നമുക്ക് ചേഞ്ച് ആക്കാം. റിമൈൻഡർ ഈസ് %f മാറ്റി %d ആക്കാം. ഡിവിഷൻ. ഈ ഡിവിഷൻ്റെ അവിടെ ഈ വേരിയബിൾ ചേഞ്ച് ആക്കിയിട്ട് റിമൈൻഡർ എന്നാക്കാം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ 2 നമ്പേഴ്സ്. നമ്മളിവിടെ 20 ആൻഡ് 3 കൊടുക്കാം. റിമൈൻഡർ ഈസ് 2. അതായത് 20 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടും. അഥവാ 6 × 3 18. അപ്പോൾ ബാക്കി 2 ആണ് ഇവിടെ റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ റിമൈൻഡർ ഈസ് 2.